ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന പല സിദ്ധാന്തങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വേര് വേദത്തിൽ നിന്ന് വന്നതാണ്. ഇഷ്ടീക്ക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അതുപോലെ ഉണ്ടായത് ഇഷ്ടി എന്ന ശബ്ദത്തിൽ നിന്നാണ്. ഇഷ്ടി എന്ന് പറഞ്ഞാൽ വേദത്തിൽ യജ്ഞം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന എങ്ങനെ ലൈഫിനെ ഡിസിപ്ലിൻ ചെയ്യണം, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ധനം സമ്പാദിക്കേണ്ടത് ഈ മേഖലകളിലെല്ലാം വേദം അതിശക്തമായ ടീച്ചിങ്സ് നമുക്ക് തരുന്നുണ്ട്. വേദത്തിനകത്ത് ഗണിതശാസ്ത്രമുണ്ടെന്ന് പറയുമ്പോൾ ആ ഗണിതം നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഗണിതത്തിന് പ്രാധാന്യം ഉണ്ടാവുന്നത്, അല്ലേ? സാധാരണ മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വൈദിക ജീവിത രീതി ഒന്ന് വിശദീകരിക്കാം. ഷുവർ, തീർച്ചയായിട്ടും വിശദീകരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി രാവിലെ എഴുന്നേൽക്കണം എന്നുള്ള ചോദ്യം വരുന്നു. ഒരാൾ എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത്? ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ പറയും ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറയും. അപ്പോൾ നമുക്ക് ധാരാളം സമയം കിട്ടും, അല്ലേ? ധാരാളം സമയം കിട്ടുമ്പോൾ അത് എല്ലാ മനുഷ്യർക്കും ധാരാളം സമയം കിട്ടുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്യാം, നമ്മളെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ചില എന്തെങ്കിലും എക്സസൈസസ് നമ്മൾക്ക് ആ തരത്തിൽ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, ഉപാസന ചെയ്യാൻ പറ്റും, വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റും, ക്ലെൻലിനെസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിന് വേദം പഠിച്ചാലേ പറ്റൂ. കാരണം വേദം എന്ന് പറഞ്ഞാൽ മന്ത്രം പഠിക്കുക എന്നൊരർത്ഥത്തിലല്ല അതുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന പല സിദ്ധാന്തങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വേര് വേദത്തിൽ നിന്ന് വന്നതാണ്. വേദത്തിലാണ് രാവിലെ എഴുന്നേൽക്കാൻ പറഞ്ഞത്. ഇപ്പോൾ 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ അവർക്ക് ആ ആശയം എവിടുന്നാണ് വന്നത്? ആ ആശയം വന്നത് സത്യത്തിൽ വൈദികമായ കാഴ്ചപ്പാടിൽ നിന്നല്ലേ. അപ്പോൾ വേദം എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ഘടകം തന്നെ എന്താ? ഫസ്റ്റ് തിങ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കേണ്ടതല്ലേ. വേദങ്ങളിലാവുമ്പോൾ എന്താ? ഇപ്പോൾ വൈദിക ആചരണം എന്ന് പറഞ്ഞു അത് രാവിലെ സന്ധ്യാവന്തനം നിങ്ങൾ ചെയ്യാവുന്നത് വേദങ്ങളിലെ ഒരു ആചരണം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നു വയ്ക്കാം. അതിനൊരു സമയം നിശ്ചയിച്ചാൽ 12 മണിക്കൂറുള്ള 2 ഇടങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ കേന്ദ്രീകരിക്കുകയും ആ ബിന്ദുവിനനുസരിച്ച് ജീവിതത്തിനെ മാറ്റിയെടുക്കാനും പറ്റും. അതനുസരിച്ച് നമ്മളെ ലൈഫ് മാറ്റുകയാണ്. അപ്പോൾ ആ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പലാണ്, ലൈഫിൻ്റെ ഒരു സിമ്പലാണ്. ഞാനിപ്പോൾ അതിൽ സമിത ഉപയോഗിക്കുന്നുണ്ട്. എത്ര സമിത ഉപയോഗിക്കണം എന്ന ചോദ്യം എത്ര ചെലവ് ചെയ്യണം എന്നുള്ളിടത്തും വരും. എത്ര നെയ്യൊഴിക്കണം എന്നുള്ള ചിന്ത എവിടെ ചെലവഴിക്കുമ്പോഴും എനിക്ക് പണത്തിൽ അത് വരും. എവിടെയാണ് ഈ മരങ്ങളെ വളരുന്നത് എന്നുള്ള കൃഷി ചിന്ത എൻ്റെ ഉള്ളിലുണ്ടാവും. വാണിജ്യ ചിന്തകൾ ഇതിൽ നിന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുക ഇഷ്ടീക്ക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അതുപോലെ ഉണ്ടായത് ഇഷ്ടി എന്ന ശബ്ദത്തിൽ നിന്നാണ്. ഇഷ്ടി എന്ന് പറഞ്ഞാൽ വേദത്തിൽ യജ്ഞം എന്നാണ് അർത്ഥം. യജ്ഞം ചെയ്യാനുണ്ടാക്കിയ ഇഷ്ടിയാണ്, അതിൻ്റെ അളവിലാണ് ഇന്നും ഇഷ്ടികകൾ ഉള്ളത് എന്ന് പറയുമ്പോഴാണ് നമ്മളിതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാവുന്നത്. ഇനി ലൈഫിലേക്ക് വന്നാൽ ഇപ്പോൾ 5 AM ക്ലബിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ധാരാളം പുസ്തകങ്ങൾ ഇപ്പോൾ വിദേശത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ടൈനി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം വരുന്നു, അല്ലെങ്കിൽ ജെയിംസ് ക്ലിയറിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം വരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? സത്യത്തിൽ ഇതൊക്കെ എന്തിൻ്റെ എലോബറേഷൻ ആണെന്നറിയോ? ഭാരതീയമായ കാഴ്ചപ്പാടുകളുടെ എലോബറേറ്റീവ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മളിവിടെയൊക്കെ കാണുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് സൈക്കോളജി ഓഫ് മണി എന്നൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം നമ്മളെ പ്രാചീന കാലത്തെ സംതൃപ്തിയെക്കുറിച്ചാണ്. സംതൃപ്തി ഉണ്ടാവാത്ത ധനം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒരു സംഗതി. ഇത് നമ്മുടെ പ്രാചീന കാലത്ത് വേദങ്ങളിലൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് സംതൃപ്തി വേണം. അതിനാണ് നമ്മൾ ധർമാർത്ഥ കാമമോക്ഷം, ധർമ്മത്തിൽ അധിഷ്ഠിതമായി ധനം ഉണ്ടാക്കണം, കാമത്തെ ഉപഭോഗിക്കണം, എന്നിട്ട് നിങ്ങൾ മോക്ഷത്തിലേക്ക് കയറണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന എങ്ങനെ ലൈഫിനെ ഡിസിപ്ലിൻ ചെയ്യണം, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ധനം സമ്പാദിക്കേണ്ടത് ഈ മേഖലകളിലെല്ലാം വേദം അതിശക്തമായ ടീച്ചിങ്സ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും ഉറങ്ങിക്കിടക്കുക, ഇതാരും പഠിക്കുന്നില്ല. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ലൈബ്രറികളിൽ എന്താ പറയുക പൊടി പിടിച്ച് കിടക്കുകയാണെന്നോ അല്ലെങ്കിൽ അജ്ഞാനമായ ഒരു ആവരണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലാണ് ഇന്നത്തെ അവസ്ഥയുള്ളത്. സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട്. നമ്മളതിനെ പുറത്തുകൊണ്ടുവരണം.
അങ്ങനെ നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും, അവർക്കത് ആചരിക്കാൻ കഴിയും. അല്ലെങ്കിൽ സാമാന്യമായ ആളുകൾക്ക് ഒരു വിക്കിപീഡിയ ജ്ഞാനം മാത്രമേ ഉണ്ടാവൂ. ഒരു വിക്കിപീഡിയ ജ്ഞാനം കൊണ്ട് നമുക്ക് ഒരു സാമാന്യമായി ഒരു വേദത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. വേദത്തിനകത്ത് ഗണിതശാസ്ത്രമുണ്ടെന്ന് പറയുമ്പോൾ ആ ഗണിതം നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഗണിതത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത്, അല്ലേ? അങ്ങനെയാണ് പ്രായോഗികമായി നമ്മളതിനെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് മഹർഷി ദയാനന്ദ സരസ്വതിയും അരവിന്ദ ഘോഷും പിന്നീട് സ്വാമി വിവേകാനന്ദനും ഒക്കെ ഇതെങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ചിന്തിക്കുന്നത്. ആ ചിന്തയിൽ നിന്ന് വിദേശീയർ പോലും അവരുടെ ആശയം ഉൾക്കൊണ്ട് ഇന്നിപ്പോൾ വിദേശീയരുടെ ഒഴുക്കാണല്ലോ നമ്മളെ നാട്ടിലേക്ക്, അല്ലേ? വളരെ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഒഴുകി വരികയാണ്. എന്തിനു വേണ്ടിയായി? നമ്മളെ ഈ പുസ്തകം പഠിക്കാനും നമ്മളെ ഗുരുക്കന്മാരെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ മുഴുവൻ ഇപ്പോൾ ഇവർ വന്ന് പഠിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ്? കാരണം അത് പ്രായോഗികമാണ്, നടപ്പിലാക്കാൻ പറ്റുന്നതാണ് എന്നതുകൊണ്ടാണ്.